പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം റിലീസായ ഇടിയൻ ചന്തു എന്ന സിനിമയെക്കുറിച്ചാണ്. യുവാക്കളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും മയക്കുമരുന്ന് ഉപയോഗവും അവരെ അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അത്തരക്കാർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആപത്കരമായ സാഹചര്യങ്ങളുമെല്ലാം വാർത്തകളായി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകാറുണ്ട്. മയക്കുമരുന്നിന് അടിമകളാവുന്ന യുവതലമുറകളെക്കുറിച്ച് ധാരാളം സിനിമകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലുള്ള വ്യത്യസ്തമായ ഒരു നാടൻ തല്ലിൻ്റെ ചൂടുള്ള ചിത്രമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി ശ്രീജിത്ത് വിജയൻ ഒരുക്കിയ ഇടിയൻ ചന്തു. ഗായത്രി അരുൺ, ചന്തു സലീംകുമാർ, കിച്ചു ടെല്ലസ്, ഫുക്രു, രഘുനാഥ് പലേരി, സലീംകുമാർ, വിദ്യ വിജയകുമാർ, ബിജു സോപാന, അഭിജ, ദിനേശ് പ്രഭാകർ എന്നിവരാണ് ഈ സിനിമയിൽ നിറഞ്ഞാടുന്നത്. മുമ്പൊരിക്കൽ ദിലീപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിൽ ദിലീപിനിങ്ങനെ നാട്ടിൽ തല്ലും പിടിയൊക്കെ ആയിട്ട് നടന്ന് കോളേജിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വേറെ തമിഴ്നാട്ടിലോ മറ്റോ ഉള്ള ഒരു കോളേജിലോട്ട് ദിലീപിനെ പഠിക്കാൻ വിടുകയും അവിടെ ചെന്ന് വളരെ നല്ലവനായിട്ട് നിന്നെങ്കിൽ പോലും അവിടെ ചില പ്രശ്നങ്ങളിൽ അവൻ വീണ്ടും തല്ലിലേക്കും പിടിയിലേക്കും പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ സിനിമയുടെ പേര് കൊച്ചി രാജാവെന്നോ മറ്റോ ആണ്. ഏകദേശം അതിൻ്റെ കഥയുമായിട്ട് വളരെയേറെ സാമ്യമുള്ളൊരു സിനിമയാണിത്. നാട്ടിൽ സ്കൂളുകളിലൊക്കെ എപ്പോഴും തല്ലും പിടിയും ആയിട്ട് നടക്കുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം. എന്നാൽ ചെറുപ്പത്തിലെ അവൻ്റെ മനസ്സിനേറ്റ ചില ആഘാതങ്ങൾ, അതായത് വളരെ ക്രൂരനായ ഒരു പോലീസുകാരനായിരുന്നു അവൻ്റെ അച്ഛൻ. സ്ഥിരം അമ്മയെ തല്ലുകയും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പ്രതികളോട് വളരെ ക്രൂരമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ. ശ്രീജിത്ത് രവിയാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നിൽക്കാൻ പറ്റാനായിട്ട് വേറൊരു കോളേജിൽ ചെല്ലുന്നു. ആ കോളേജിൽ ചെന്ന് ആദ്യം അവിടെ എല്ലാവരും ഇവനെ ഒരു ശത്രുതാ മനോഭാവത്തോടെ നോക്കുകയും ടീച്ചർമാരടക്കം ഇവൻ മയക്കുമരുന്ന് കച്ചവടമുള്ളവനാണോ അതോ എന്നൊക്കെ ചോദിക്കുന്നു. അവൻ്റെ കണ്ണൊക്കെ ചോന്നിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് അവിടെ. അന്ന് ഇവൻ ഈ പറഞ്ഞ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ, അവിചാരിതമായിട്ട് തല്ലുകളിലേക്ക് വീണുപോയ ഒരാൾ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഈ പടത്തിലെ വേഷം. ഈ സിനിമയിലെ ഒന്ന് രണ്ട് സീനൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് രമേഷ് പിഷാരടി വരുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു സിനിമാ നടനായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ ഒരു അതിഥി വേഷമായിട്ട്, ഒരു ഉദ്ഘാടകനായിട്ടൊരു സ്കൂൾ വേദിയിലേക്ക് എത്തുന്ന ഒരു സീനുണ്ട്. അവിടെ എല്ലാവരും ഇവനുമായിട്ട് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഇവനോട് സംസാരിക്കാനൊക്കെ കൂടുതൽ ഇത് കാണിക്കുമ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാറിയിരിക്കുകയാണ്. പക്ഷേ ഒരു നിമിഷത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് വരികയും ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനെ കണ്ട വഴി, എടാ ഇത് നീയാണോ ചോദിച്ചിട്ടുണ്ടോ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വിളിച്ചിട്ട് അവനെ കൂട്ടി അവൻ്റെ ഒപ്പം സ്റ്റേജിലോട്ട് കയറി പോകുന്ന ഒരു സീനുണ്ട്. കഥ പറയും എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി തൻ്റെ പഴയകാല സുഹൃത്തിനെ ഓർക്കുന്ന പോലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സംഭാഷണം പുള്ളി ഒരു പ്രസംഗം ആ വേദിയിൽ നിന്നിട്ട് രമേഷ് പിഷാരടി ചെയ്യുന്നുണ്ട്. അത് ആ സമയത്ത് ആ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്, ഇവരെങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ളത്. അതൊക്കെ സംഭവം നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമെങ്കിൽ പോലും കാണാൻ കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് സീനുകളാണത്. പിന്നെ ഫൈറ്റ് എന്ന് പറയുന്നത് എടുത്ത് പറയാതെ വയ്യ, കിട്ടിയുള്ള ഫൈറ്റാണ്. കൽക്കിക്കൊക്കെ ഫൈറ്റ് ചെയ്ത ആ ചങ്ങാതിയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം സലീംകുമാറിൻ്റെ മകൻ ചന്തു സലീംകുമാറാണ്. ഒരു സൈക്കോ ഫിഗറാണ് മൂപ്പർക്ക്. കണ്ണൊക്കെ ഇങ്ങനെ ആ സലീംകുമാറിൻ്റെ കണ്ണുകൾ തന്നെയാണ്. പുള്ളി വളരെ നന്നായിട്ടുണ്ട്. ഒരു മയക്കമരുന്ന് ലോബിയിലെ ഒരാളാണ്. തല്ലുകൊണ്ടായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഗ്രൗണ്ടിലിട്ട് തല്ലുന്നുണ്ട്, ആളുകളിലിട്ട് തല്ലി കിണറ്റിലിടുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിൽ നാണം കെട്ടിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നൊരു കഥാപാത്രം. ആ പ്രതികാരത്തിൽ നഷ്ടപ്പെടുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ബെസ്റ്റി ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെ ഒക്കെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. പിന്നെ അത് പ്രതികാരം ചോദിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സിനിമ ഒരു ആവറേജ്, അത്ര വലിയ സൂപ്പർ ഹിറ്റോ മെഗാ ഹിറ്റോ ഒന്നുമല്ല, ഒരു ആവറേജ് പടം. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാവുന്ന മറ്റൊരു കഥാപാത്രം തിരികെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരു ഗോപികൃഷ്ണനുണ്ട്. ഒരു ഓട്ടിസം ബാധിച്ചതുപോലുള്ള ഫിഗറൊക്കെ ആയിട്ടുള്ള ഒരു വളരെ ക്ലിയർ കിഡിലാക്കിയിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊരു നാച്ചുറലായിട്ട് ചെയ്തേക്കാന്ന് അറിയാമോ. അതുപോലെ തന്നെ ജോണി
ജോണി ആൻ്റണിയും വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി ഈ പറയുന്ന ഗോപികൃഷ്ണൻ്റെയും ഇതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടിയുടെയും ജയശ്രീ എന്നിട്ടാണ് ആ കുട്ടിയുടെ പേര്, അവരുടെയും അച്ഛനായിട്ട് അല്ലെങ്കിൽ അപ്പനായിട്ട് അഭിനയിക്കുന്ന ഒരു PT മാഷ്, സ്കൂളിലെ PT മാഷ് അവിടെ അവതരിപ്പിക്കുന്ന ജോണി ആൻ്റണി. പിന്നെ വേറൊരു കഥാപാത്രമുണ്ട്. ഇത് പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നൊരു പടം വന്നിരുന്നു മുമ്പ്, ഒരു വെബ് സീരീസ് പോലെയാണ് വന്നത്. അതിനകത്ത് അഭിനയിച്ച ഒരു വണ്ണം കുറട്ട് പൊക്കത്തിലൊരു കഴുത്തൊക്കെ നീണ്ടൊരു പുള്ളിയുണ്ട്. പുള്ളീനെ എപ്പോഴും പറ്റിക്കപ്പെടുന്നൊരു കഥാപാത്രമാണ് അതിനകത്ത്. ആ ചങ്ങാതി ഇതിനകത്ത് ഈ സ്കൂൾ കുട്ടികളിൽ ഒരു ഗ്യാങ്ങിൽ ലീഡറാണ് പുള്ളി. നല്ല പൊക്കമൊക്കെ ഉള്ള ഒരാൾ, വളരെ രസമായിട്ടുണ്ട് പുള്ളി. പേരെനിക്കറിയില്ല, ആൾ വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ അഭിനയിച്ചവരൊക്കെ വളരെ അവരുടെ ഭാഗങ്ങളൊക്കെ വളരെ ഡീസൻ്റ് ആക്കി, വളരെ ക്ലിയർ ആക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുക്രു നന്നായിട്ടുണ്ട്. അതുപോലെ സലിംകുമാർ ഒരു പോലീസ് ഓഫീസറായിട്ട് മൂപ്പര് നന്നായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ ബിജു സോപാനം, മറ്റേ ഉപ്പുമുളകിലൊക്കെ ഉള്ള ആ ചങ്ങാതി, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ച എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കഥാപാത്രങ്ങൾ എല്ലാം വളരെ മികവുറ്റതാക്കാനായിട്ട് എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് എഴുതിയിടുക. കഴിയുമെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.